എന്റെ പേര് വിഷ്ണു. ഞാൻ ഇടുക്കി ജില്ലാ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തില് തേർഡ് ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷമായി. ഹോളിമത അക്കാദമിയിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഹോളിമത അക്കാദമിയിലെ സ്റ്റുഡന്റ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഷിൻഡോ മാഷിന്റെ സ്റ്റുഡന്റ് എന്ന് പറയാൻ തന്നെയായിരുന്നു. കാരണം ഹോളിമാതയുടെ ഒരു തുടക്കകാലം മുതൽ, അല്ലെങ്കിൽ എന്റെ ബിടെക് കഴിഞ്ഞതിന് ശേഷം, ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് വൈകിട്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത്. കാരണം എനിക്ക് ആദ്യകാലങ്ങളിൽ എനിക്ക് PSC എക്സാം ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു വാസ്തവം. എനിക്ക് അന്നുണ്ടായിരുന്ന ആ ഒരു PSC യോടുള്ള മനോഭാവവും ഗവൺമെന്റ് ജോലിയോടുള്ള താല്പര്യക്കുറവ് എന്നൊക്കെ ഒരു രീതിയിലൂടെ പറയാം. നമ്മൾ കോഴ്സ് കഴിഞ്ഞ സമയത്ത് പ്രൈവറ്റ് ഫേമുകളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനൊരു എന്റെ ഒരു സുഹൃത്ത് വഴി ഹോളിമാതയുടെ ക്ലാസ്സുകളെ കുറിച്ചും ഷിൻഡോ മാഷിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ ഇപ്പൊ കണ്ടു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ ഞാൻ ആദ്യം ചോദിച്ചത്, സാർ ഫീസ് എങ്ങനെയൊക്കെയാണെന്നാണ്. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞത്, നീ ആദ്യം പഠിക്ക്, നമുക്ക് ഫീസുകളെ കുറിച്ച് വഴിയെ സംസാരിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഒരു എന്താന്ന് വെച്ചാൽ, നമ്മള് ട്യൂഷൻ സെന്ററുകളും പിന്നെ ലാറ്റർ എൻട്രി കോച്ചിങ്ങിനൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ അവിടെ നിന്നും കിട്ടാത്തൊരു പ്രത്യേക പരിഗണനയും ഒരു സപ്പോർട്ടും ഒക്കെയാണ് ഒരു കോച്ചിങ് സെന്റർ നടത്തിപ്പ് അല്ലെങ്കിൽ ഒരു പ്രധാന അധ്യാപകന്റെ കയ്യിൽ നമുക്ക് കിട്ടിയത്. അപ്പൊ അത് കൂടാതെ ക്ലാസ് റൂമുകളെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. സീറ്റുകളൊക്കെ നിറയെ ആളുകളായിരുന്നു. പിന്നീട് ഓരോ ദിവസങ്ങൾ, ഓരോ സൺഡേസിലായിരുന്നു ആ ടൈമിൽ ക്ലാസ്സുകൾ. അപ്പൊ ഓരോ ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ക്ലാസ്സുകളിൽ ലഡുവും ജിലേബിയൊക്കെ ആയിട്ട് ആയിരിക്കും സ്റ്റുഡന്റുകളൊക്കെ വരുന്നത്. മിക്കവരും ജോലിയിൽ റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടിയതിന്റെയും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയതിന്റെയൊക്കെ ആയിട്ട് ട്രീറ്റുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് വന്നിട്ടിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊരു കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നേക്കണെന്ന് മനസ്സിലായി. പിന്നെ എന്നെ സംബന്ധിച്ച് ഗവൺമെന്റ് ജോലി മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു വാശിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് നമ്മൾ ഒത്തിരി പരിശ്രമിച്ചിട്ടും നമുക്ക് പിടിവരാതെ ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു, നമ്മളെ സിമ്പിളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനോടൊരു വാശി മാത്രമായിരുന്നു എനിക്ക് ഈ PSC യോട് ഉണ്ടായിരുന്നത്. അതിലിപ്പോ സാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിപ്ലോമയ്ക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാറ്റർ എൻട്രി വഴി ബിടെക്കിന് പോകുന്നത്. അപ്പൊ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ITI ലെവലല്ല എക്സാം, അപ്പൊ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പൊ ഞാൻ അങ്ങനെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു എക്സാമിന് എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പൈ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പൈയുടെ വാല്യൂ 3 വെച്ചിട്ടുള്ള എന്തോ ആണെന്നൊരു ഇത് നമുക്കറിയാം. അപ്പൊ ഞാൻ ഓപ്ഷൻ നോക്കിയപ്പോ 3 വെച്ചിട്ട് ഒരു വാല്യൂ ഉണ്ടാകുന്നുള്ളൂ, 3.141 ഒരു ആൻസർ മാത്രമേ ഉണ്ടാകുന്നു. അപ്പൊ ഞാനത് എഴുതി ശരിയായി. അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് എക്സാം ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചു, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പൈ. അപ്പോ ഞാൻ ഓപ്ഷനിൽ നോക്കിയപ്പോ ഓപ്ഷനിൽ 3.141 ഉണ്ടായിരുന്നു, 31.4 ഉണ്ടായിരുന്നു, 0.314 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് എഴുതി സിമ്പിൾ ആയിട്ട് തെറ്റിച്ചു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് ആദ്യം തന്നെ അതിന്റെ ആൻസർ നോക്കി. അപ്പൊ 3.141 എന്നുള്ള ആൻസർ ആയിരുന്നു ശരിയെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ എഴുതിയത് തെറ്റാന്ന് മനസ്സിലായി. ഞാൻ അന്ന് തന്നെ ബൈഹാർട്ട് ചെയ്തു, ഈ സംഭവം കാണാതെ പഠിച്ചു. ഇനി അത് എന്ന് വന്നാലും ഞാൻ തെറ്റിക്കില്ല, ശരിയാക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചു, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പൈ. അപ്പോൾ നോക്കിയപ്പോ ഓപ്ഷൻ A തന്നെ 3.141 കിടക്കുക. ഞാനത് കറുപ്പിച്ചു. അങ്ങനെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നു. ഞാൻ നോക്കിയപ്പോ ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി തെറ്റായിരുന്നു വീണ്ടും. അപ്പൊ ഞാൻ ആലോചിക്കാൻ, ഇത് ശരിയായിരുന്നല്ലോ എന്ന് ആലോചിച്ച് നോക്കിയപ്പോ അപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ B റേഡിയസ് സർക്കംഫറൻസ് ടു ഇറ്റ്സ് ഡയമീറ്റർ ആയിരുന്നു, ഓപ്ഷൻ C 22/7 ആയിരുന്നു, ഓപ്ഷൻ D ഓൾ ഓഫ് ദി അബോവ് ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ആ ഒരു ആൻസർ മാത്രം പഠിച്ചാൽ പോരാ. അപ്പൊ ഞാൻ ഇപ്പോ മനസ്സിലാക്കി, അതായത് ഒരു കാലത്ത് PSCക്ക് വേണ്ടത് സബ്ജക്റ്റിന്റെ നോളജിനകത്തുള്ളൊരു സ്പ്രെഡ് ആയിരുന്നെങ്കിൽ, വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്പ്രെഡ് മാത്രം പോരാ, അതിന്റെ ആഴത്തിലൂടെ കൂടി പഠിക്കണം, അതിന്റെ ഡെപ്തോട് കൂടി നോക്കണം മനസ്സിലായി. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഉള്ളത് കമ്പൈൻ സ്റ്റഡികൾ തന്നെയാണെന്ന് മനസ്സിലായി. നമുക്ക് ഒത്തിരി നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറെ മിസ്റ്റേക്കുകൾ അത് കറക്റ്റ് ചെയ്യാനും ആവർത്തിച്ച് പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ഉള്ളത് കമ്പൈൻ സ്റ്റഡികളാണെന്ന് മനസ്സിലായി. അങ്ങനെ പഠനത്തിന് വേണ്ടി കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി ഒക്കെ നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കുറെ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ ചില ഇമ്പോർട്ടന്റ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് വേണ്ട വിധത്തിൽ അവിടെ ഹാജരാവാൻ പറ്റാതിരുന്നതിന്റെ പിണക്കങ്ങളും പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
അപ്പൊ നമ്മൾ വിചാരിച്ചു അവരൊക്കെ നമ്മളെ വിട്ടുപോയി ഇനി ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ കൂടെ ഉണ്ടാവില്ല ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഒരു സ്വപ്നം നേടിയെടുത്ത് കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ആരും എങ്ങും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു എക്സാമിന്റെ ഒരു സീസൺ കഴിഞ്ഞ് പിന്നീട് കുറച്ച് നാളത്തേക്ക് ബുക്ക് മടക്കിയതിനു ശേഷം നമുക്ക് എന്തോ ജീവിതത്തിൽ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിനചര്യയുടെ ഭാഗമായിരുന്ന എന്തോ സംഭവം നമ്മള് വളരെ അധികം മിസ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. നമ്മള് എക്സാം കഴിഞ്ഞതിന് ശേഷം ബുക്കുകളൊക്കെ മടങ്ങി പിന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാന്ന് വെച്ച സമയത്ത് ഇപ്പൊ നമ്മൾ എന്തോ ഡെയിലി ചെയ്തോണ്ടിരുന്ന എന്തോ സഡൻലി സ്റ്റോപ്പ് ചെയ്ത ഒരു ബോറിംഗ് ഫീൽ തന്നെയായിരുന്നു അതിന്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആവർത്തിച്ച് റിവിഷൻ ചെയ്യുക, അതുകൂടാതെ പക്ഷെ പഴയത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ കൊടുക്കരുത്. കാരണം ഇനിയും പഴയതുപോലെ തന്നെ നമ്മുടെ ക്യൂൻ ഗ്ലോസറികളൊന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നവര് ഇപ്പൊ അത്യാവശ്യം വിവരമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് എന്നാലും നമ്മൾ പിന്നെ കോച്ചിങ്ങിന്റെ സമയത്ത് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് സാറ് പറയായിരുന്നു, നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാവാൻ വേണ്ടി പ്രവർത്തിക്കരുത്. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മാർക്ക് കിട്ടി വഴിയെ പോകുന്നവരും നല്ല മാർക്ക് സ്കോർ ചെയ്യും. പക്ഷെ ഇതൊരു മത്സര പരീക്ഷയാണ്. നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കായിരിക്കണം മാർക്കുകൾ കൂടുതൽ കിട്ടുക. അതായത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് എക്സാമിൽ എല്ലാവരും ശരിയാക്കിയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടാവും, നമ്മുടെ മാർക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ഒരു ആ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര നാള് നമ്മള് PSC എന്നൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിപ്പോയിട്ട് നമ്മുടെ ചിലപ്പോൾ കരിയറിൽ ഒത്തിരി താഴെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ജോലി കിട്ടാതിരുന്നിട്ടുണ്ടാവും. അതെല്ലാം നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ടാണെന്ന് വിചാരിച്ച് നമ്മളിപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിലൊരു ജോലി കിട്ടിയതുകൊണ്ട് PSC പഠനം താൽക്കാലികമായി ഒരു ബ്രേക്ക് എടുത്തു എന്നല്ലാതെ ഞാൻ പഠനം അവസാനിപ്പിച്ചിട്ടില്ല. ഇനി എന്നൊക്കെ നമുക്ക് PSC എക്സാം എഴുതാൻ പറ്റും അത്രയും നാള് പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. അതും ഷിന്നുമാഷിന്റെ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ. അപ്പൊ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോച്ചിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ PSCയിൽ മാറി വരുന്ന ട്രെൻഡുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊരു അനുഭവം ഉണ്ടായ ആ ഒരു ഇത് പറഞ്ഞ പോലെ കുറെ നോളജ് നമ്മൾ നേടിയെടുക്കുക, പഠിച്ചത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നമ്മള് പഠിച്ചേക്കുന്ന ഇപ്പോ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് PSCനെ നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ITI ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ PSCനെ അല്ലെങ്കിൽ എക്സാമിനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഇപ്പൊ ഹോളിമദർ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതേ ക്ലാസ്സിൽ തന്നെ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവും, MTech സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ലെക്ചേഴ്സും അതേ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മള് അവർക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം അല്ലെങ്കിൽ എനിക്കുള്ള അറിവ് കുറവാണെന്നൊന്നും വിചാരിക്കരുത്. PSC എക്സാമുകൾ വേറെ ലെവലുകളാണ്. അത് പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും പിടിവരുന്ന രീതിയിലല്ല, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോ 3rd ഗ്രേഡ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞാനിപ്പോ ഒരു 6-8 ലിസ്റ്റുകളിലോളം ഞാൻ നിലവിലുണ്ട്. ആ ലിസ്റ്റുകളിൽ ചിലതിലും കുറച്ച് ബാക്കിലാണെന്നേ ഉള്ളൂ. ഇനിയും കയറി വരുന്ന ഉള്ളൊരു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ബൈ.